ഹലോ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ കോമ്പാറ്റിൻ്റെ ദുനിയാവിൽ നിന്ന് പുത്തൻ പുതിയ വാർത്തകളുമായി വീണ്ടും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ടൈറ്റിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, തമ്പനയിലും ശ്രദ്ധിച്ചിരിക്കും. ഉം. എന്താണ് ഫൈറ്റേഴ്സ് ഇല്യ ടൊപ്പൂരിയും പാഡി പിംബ്ലറ്റും തമ്മിലുള്ള പ്രശ്നം? എന്താണ് ഇവർ തമ്മിലുള്ള ഇഷ്യൂ എന്നുള്ളതാണ് ഈ കൊച്ചു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യാനായിട്ട് കുറച്ച് ഫ്ലാഷ് ബാക്കിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ സംഭവം ഇപ്പോൾ രണ്ടുപേരും കീരിയും പാമ്പിനെയും പോലെയാണ്, പ്രത്യേകിച്ച് ഇല്യ ടൊപ്പൂരിയയ്ക്ക്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇല്യ ടൊപ്പൂരിയയ്ക്ക് പാഡി പിംബ്ലറ്റിനോട് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എങ്ങനെയാണ് ആ ദേഷ്യം സ്റ്റാർട്ട് ആയത്, അതിന് നമ്മൾക്ക് കുറച്ച് ഫ്ലാഷ് ബാക്കിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് പാഡി പിംബ്ലറ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ, ട്വിറ്ററിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, ഇല്യ ടൊപ്പൂരിയുടെ രാജ്യമായിട്ടുള്ള ജോർജിയനെ കുറിച്ച് എന്തോ ഒരു അധിക്ഷേപം പറഞ്ഞു. അതായത് പണ്ട് റഷ്യ ജോർജിയ തമ്മിൽ വാർ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ സമയത്ത് റഷ്യ കയറി അറ്റാക്ക് ചെയ്തിരുന്നു എന്നൊക്കെയുള്ളതാണ് ചരിത്രം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പോയിട്ടില്ല. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ആ സമയത്ത് റഷ്യക്കാർ അറ്റാക്ക് ചെയ്തിരുന്നല്ലോ. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് യുദ്ധങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട, ഭീകരമാണ്. അപ്പോൾ എന്തെങ്കിലും ആകട്ടെ, പാഡി പിംബ്ലറ്റിന് എന്തോ കാരണം കൊണ്ട് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയണമെന്ന് പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കയറി എഴുതി, ജോർജിയക്ക് അല്ലെങ്കിൽ ജോർജിയക്കാർക്ക് ഇത് ആവശ്യമായിരുന്നു, ചുമ്മാതല്ല, അവന്മാരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് റഷ്യക്കാർ കയറി ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് പാഡി പിംബ്ലറ്റ് എന്തോ ഒരു ബുദ്ധിമോശമാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ പുള്ളി എഴുതി. ഇത് കറക്റ്റായിട്ട് ഇല്യ ടൊപ്പൂരിയുടെ കണ്ണിൽ ചെന്ന് പെട്ടു. അന്ന് മുതൽ ആ കണ്ട സമയം ഇല്യ ടൊപ്പൂരിയുടെ രക്തം തിളച്ചു എന്നാണ് ഇല്യ ടൊപ്പൂരിയ തന്നെ പല ഇന്റർവ്യൂസിലും പറഞ്ഞത്. കാരണം ഇല്യ ടൊപ്പൂരിയ ഇപ്പോ സ്പെയിനിലും മറ്റ് കേസിലും ഒക്കെ ആണെങ്കിൽ ആ സമയത്ത്, ആ യുദ്ധം നടന്ന സമയത്ത് അദ്ദേഹം റഷ്യയിലായിരുന്നു എന്നാണ് ഇല്യ ടൊപ്പൂരിയ പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് ടൊപ്പൂരിയ, അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. കാരണം നമുക്കറിയാമല്ലോ, ഈ പലവർക്ക് യുദ്ധത്തിന്റെ ഗാംഭീര്യം, ഭീകരത അറിയത്തില്ല. ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ആ സംഭവം. ആരും അതിലൂടെ കടന്നു പോകാതിരിക്കട്ടെ. അപ്പൊ എന്തായാലും ഇല്യ ടൊപ്പൂരിയ അങ്ങനെ കടന്നു പോയിരുന്നു. അപ്പൊ ഇത് കണ്ടപാടെ പാഡി പിംബ്ലറ്റിന്റെ ഈ ഒരു അനാവശ്യമായിട്ടുള്ള കമന്റ് കണ്ടപാടെ ഇല്യ ടൊപ്പൂരിയുടെ രക്തം തിളച്ചു എന്നാണ് ടൊപ്പൂരി തന്നെ പറഞ്ഞത്. അതായത് പിംബ്ലറ്റ് എന്താണ് പറഞ്ഞത്, ജോർജിയക്ക് അല്ലെങ്കിൽ ജോർജിയക്കാർക്ക് ഇത് ആവശ്യമായിരുന്നു, അവന്മാരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത്. ടൊപ്പൂരിക്ക് അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ടൊപ്പൂരി പറയുന്നത്, ടൊപ്പൂരിയെ കുറിച്ച് പുള്ളി ആരും എന്ത് വേണേലും പറഞ്ഞോട്ടെ, പക്ഷേ രാജ്യത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ പുള്ളിക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല. ഒട്ടനെ പുള്ളിക്ക് പിംബ്ലറ്റുമായിട്ട് ഭയങ്കര ദേഷ്യം. അപ്പോൾ ഒരുപക്ഷെ പിംബ്ലറ്റ് ഇത് മറന്നു പോയിട്ടുണ്ടോ, പക്ഷെ ടൊപ്പൂരി അത് മറന്നില്ല. പിന്നീട് എവിടെ വെച്ച് കണ്ടാലും പുള്ളി പിംബ്ലറ്റിനിട്ട് കയറി അടിക്കാനായിട്ട് ചെല്ലും. അപ്പോൾ ഇനിയും കുറച്ച് ഇങ്ങോട്ട് വരാം. UFC 282 പ്രസ് കോൺഫറൻസ് നടക്കുവാണ്. ആ സമയത്ത് ആ കാർഡിൽ ഇല്യ ടൊപ്പൂരിയും ഉണ്ട്, പാഡി പിംബ്ലറ്റും ഉണ്ട്. പാഡി പിംബ്ലറ്റ് ഏതോ ഒരു കളിക്കാരൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ഇല്യ ടൊപ്പൂരിയ എന്ന് എനിക്ക് തോന്നുന്നു ബ്രൈസ് മിച്ചലുമായിട്ട് എന്തോ ഫൈറ്റാണ്. രണ്ടുപേരും ഫൈറ്റേഴ്സ് ഒന്നുമല്ല, രണ്ടുപേരും വേറെ വെയിറ്റ് ഡിവിഷനിലൊക്കെയാണ്. അപ്പൊ എന്തായാലും ഇവര് അവരുടെ എതിരാളികളുമായിട്ട് സംസാരിക്കുന്നതിന് പകരം ഇവര് പരസ്പരം സംസാരം തുടങ്ങി. അത് പിംബ്ലറ്റ് അറിഞ്ഞില്ല, ടൊപ്പൂരിയ പുറകെ നിങ്ങാണ്ട് ഒച്ച വെച്ചു. അപ്പൊ എല്ലാവരും ഇങ്ങനെ പണ്ട് കോണർ മെഗ്രഗർ ചോദിച്ച പോലെ എന്ന് ചോദിക്കുന്ന പോലെ എല്ലാവരും അങ്ങോട്ട് നോക്കുമ്പോൾ ഇല്യ ടൊപ്പൂരി അവിടെ ഇരുന്നോണ്ട് ചലച്ചോണ്ടിരിക്കുകയാണ്, പിംബ്ലറ്റിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്. പാഡി ഒന്ന് ഞെട്ടി, എല്ലാവരും ഞെട്ടി, ഇതെന്തിനാ എന്നെ ടാർഗറ്റ് ചെയ്യുന്നത്? അപ്പോഴാണ് ടൊപ്പൂരി ഇങ്ങനെ തെറികൾ ഇങ്ങനെ അഭിഷേകിച്ചുകൊണ്ടിരിക്കുക. സ്വന്തം ആ ദേഷ്യമുണ്ടല്ലോ, ഉള്ളിക്കിടന്ന ആ വികാരങ്ങളെല്ലാം അണപൊട്ടി പുള്ളി പിംബ്ലറ്റിന് നേരെ വർഷിക്കാൻ തുടങ്ങി. പിംബ്ലറ്റും വിട്ടുകൊടുത്തില്ല, തിരിച്ചു പറഞ്ഞു. അതേ പുള്ളിയുടെ ഒരു നാടൻ ശൈലിയിൽ പുള്ളി തിരിച്ചു പറഞ്ഞു. ടൊപ്പൂരിയ ദേഷ്യം കൊണ്ട് എണ്ണീറ്റു, അടിക്കാനൊക്കെ പോയി. ഡയനാവൈറ്റും കൂട്ടരും കൂടെ ഒക്കെയാണ് പിടിച്ചു മാറ്റിയെന്ന് നമ്മളത് കാണാം, നിങ്ങൾക്ക് കാണാവുന്നതാണ്. UFC 282 പ്രസ് കോൺഫറൻസ് ഇല്യ ടൊപ്പൂരിയ പാഡി പിംബ്ലറ്റ് എന്ന് അടിച്ചാൽ മതി, അല്ലെങ്കിൽ ഇല്യ ടൊപ്പൂരിയ പാഡി പിംബ്ലറ്റ് പ്രസ് കോൺഫറൻസ് എന്ന് നമ്മൾ അടിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവും. എന്തായാലും അങ്ങനെ പിന്നീടും ഇവര് പരസ്പരം കണ്ടുമുട്ടി, ഹോട്ടൽ ലോബിയിലൊക്കെ വെച്ച് കണ്ടുമുട്ടുമ്പോൾ രണ്ടുപേരും അടിയാകും. ആദ്യത്തെ അടി ടൊപ്പൂരി ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ അടിച്ചു, ഓൾമോസ്റ്റ് പഞ്ച് വീണു. പാഡി പിംബ്ലറ്റ് അവിടെ കിടന്ന ഒരു സാനിറ്റൈസർ ബോട്ടിൽ മറ്റോ എടുത്ത് എറിഞ്ഞു. അപ്പൊ അങ്ങനെ എപ്പോൾ ഇവർ കണ്ടാലും പ്രശ്നമാണ്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഈ അടുത്ത സമയത്ത് ഇല്യ ടൊപ്പൂരിയ ജോറോഗൻ ഇന്റർവ്യൂവിലും ഇത് പറഞ്ഞിരുന്നു, അതായത് ഇതാണ് സംഭവം എന്നുള്ളത്. അപ്പൊ എന്തായാലും ഒരു കാര്യമുണ്ട്, ആ സമയത്തൊക്കെ ഈ ടൊപ്പൂരിയ പിംബ്ലറ്റുമായിട്ട് മുട്ടുമ്പോൾ പിംബ്ലറ്റ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇല്യ ടൊപ്പൂരിയ ഇങ്ങനെ ഇവരുടെ വെയിറ്റ് കാറ്റഗറിയിലേക്ക് കയറി വരുമെന്ന്. ഇപ്പൊ അത് സത്യമായിരിക്കുകയാണ്.
ടൊപ്പൂരിയ പിംബ്ലറ്റിന്റെ വെയിറ്റ് കാറ്റഗറിയിലേക്ക് കയറി വന്നിരിക്കുകയാണ്. ആ ഒരു ഫൈറ്റ് യാഥാർത്ഥ്യമാണ്. രണ്ടുപേർക്കും, പ്രത്യേകിച്ച് ടൊപ്പൂരിയക്ക് ഈ ഫൈറ്റിനോട് ഭയങ്കര താല്പര്യമാണ്. കാരണം ടൊപ്പൂരിയ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, അതായത് ചാൾസ് ഒലിവറുമായിട്ടുള്ള ഫൈറ്റ് പുള്ളിക്ക് വലിയ വിഷമമായിരുന്നു. കാരണം ചാൾസിനെ പുള്ളിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ പിംബ്ലറ്റുമായിട്ടുള്ള ഫൈറ്റ് പുള്ളി ആസ്വദിക്കും, പുള്ളി ആസ്വദിച്ച് പണിഷ്മെന്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇല്യ ടൊപ്പൂരിയ പിംബ്ലറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പിംബ്ലറ്റിനും താല്പര്യമൊക്കെയാണ്, കാരണം ക്യാഷ് ഉണ്ടാക്കുന്ന ഒരു ഫൈറ്റ് ആണല്ലോ. പക്ഷെ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് പുള്ളി റിംഗ് കയറി ചെന്നല്ലോ. ടൊപ്പൂരിയ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ജയിച്ചതിന് ശേഷം പിംബ്ലറ്റ് കയറി ചെന്നപ്പോൾ ഒരു റെസ്പെക്ട് ഒക്കെ കാണാനുണ്ട്, ഒരല്പം ഭയമൊക്കെ കാണാം. എങ്കിലും പിംബ്ലറ്റിനെ നമ്മൾക്ക് താഴ്ത്തി കെട്ടാനായിട്ട് പറ്റത്തില്ല. ഇനി ഈ വീഡിയോന്റെ ലാസ്റ്റ് ഘട്ടം, അതായത് പ്രഡിക്ഷനിലേക്ക് പോവാണ്. അപ്പൊ എല്ലാവരും പിംബ്ലറ്റിനെ ഒരു കോമാളിയെ പോലാണ് കാണുന്നതെന്ന് എനിക്ക് നിരീക്ഷിക്കാൻ പറ്റുന്നു. കാരണം എല്ലാവരുടെയും വിചാരം ടൊപ്പൂരിയ കയറി പിംബ്ലറ്റിനെ അങ്ങ് മെയ്ത് മറിക്കും എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് തെറ്റുപറ്റും. കാരണം ഇല്യ ടൊപ്പൂരിയ ചാൾസ് ഒലിവേറയെ വെച്ചിട്ട് ഈ ഫൈറ്റ് അളക്കാൻ പാടില്ല. കാരണം ചാൾസ് ഒലിവേറയ്ക്ക് 35 വയസ്സുണ്ടായിരുന്നു, പാഡി പിംബ്ലറ്റിന് വെറും 30 വയസ്സേ ഉള്ളൂ. അതായത് നമ്മുടെ ഇല്യ ടൊപ്പൂരിയെക്കാട്ടിലും വെറും 2 വയസ്സിന് മുമ്പ് ചെറുപ്പമാണ്. രണ്ടുപേരും പീക്ക് പ്രൈമിലാണ്. പിന്നെ പാഡി പിംബ്ലറ്റിനെ, ഇല്യ ടൊപ്പൂരിയുടെ കിറുക്ക് എല്ലാവർക്കും അറിയാം, പുള്ളിക്കൊരു പവറും പട്ടും എല്ലാം കൂടെ ചേർന്നിട്ടൊരു സംഭവമാണ്. പിംബ്ലറ്റും അതേപോലെ തന്നെ പവർ ഉണ്ട്. ഷോൺ സ്ട്രിക്ലാൻഡ് അടുത്ത കാലത്ത് പറയുന്നത് ഇത് ഹ്യൂജ് മാൻ പിംബ്ലറ്റെ. പിന്നെ അത്യാവശ്യത്തിന് ടൊപ്പൂരിയനെക്കാട്ടിലും കിറുക്കുണ്ട് പുള്ളിക്ക്. ഒരു പ്രത്യേക എക്സെൻട്രിക് ക്യാരക്ടറാണ് പാഡി പിംബ്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇടി കിട്ടിയാൽ അങ്ങനെ അങ്ങ് താഴെ വീഴുമൊന്നുമില്ല, പുള്ളി എണ്ണീറ്റ് വന്നെന്നിരിക്കും. പിന്നെ ഗ്രൗണ്ട് ഗെയിമിലും സ്റ്റാൻഡപ്പ് ഡീസൻ്റ് ആണെന്നാണ് ഞാൻ പറയുന്നത്. ഗ്രൗണ്ട് ഗെയിമിലും പാഡി പിംബ്ലറ്റിന് നല്ല നോളജ് ഉണ്ട്. പിന്നെ പ്രധാനമായിട്ടും സ്റ്റാൻഡപ്പും ഗ്രൗണ്ട് ഗെയിമും ഒന്നുമല്ല ഞാൻ പറയുന്ന ആറ്റിറ്റ്യൂഡ്, മെന്റൽ ആറ്റിറ്റ്യൂഡ് പിംബ്ലറ്റിന് നല്ല രീതിയിൽ കിറുക്കുണ്ട്. അപ്പം അങ്ങനെയുള്ളവരെ ഈസി ആയിട്ട് അങ്ങ് പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. അതാണ് സൈക്കോളജിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുള്ളവർ വിട്ടുകൊടുക്കത്തില്ല. പിന്നെ ഇതിനൊരു കാര്യമുണ്ട്, ഇതിനകത്തൊരു ഫുട്ബോൾ കൾച്ചർ കൂടെ ഉണ്ട്. അതായത് ഇല്യ ടൊപ്പൂരിയ സ്പെയിൻ, പാഡി പിംബ്ലറ്റ് അവരുടെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ഒരു ഇംഗ്ലണ്ട് കൾച്ചർ, ഫുട്ബോൾ ആ ഒരു ക്രേസിനെസ് ഇതിലേക്കും വരും. അപ്പൊ ടൊപ്പൂരിയ പറഞ്ഞിരുന്നു, എനിക്ക് പിംബ്ലറ്റുമായിട്ടുള്ള ഒരു ഫൈറ്റ് ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ ഇനിയും കപ്പാസിറ്റി ഒക്കെ കൂടുതലായിരിക്കും, അതേ രീതിയിൽ കൊണ്ടുവരണമെന്നുണ്ട്. രണ്ടുപേരുടെ ആരാധകർ ഭയങ്കരമാണ്. അതായത് ടൊപ്പൂരിയ സ്പെയിൻ അറിയാലോ, അതേപോലെ തന്നെ പിംബ്ലറ്റിന്റെ ആരാധകർ പിംബ്ലറ്റിനെ പോലെ തന്നെ ഭയങ്കര ക്രേസിയാണ്. ഒരു കോണോർ മെഗ്രഗറിന്റെ ഒരു ഷെയ്ഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോകും. പ്രത്യേകിച്ച് പിംബ്ലറ്റിന്റെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വന്നിരുന്നു. അപ്പൊ എന്തായാലും ഈ ഫൈറ്റ് എന്തായാലും ബുക്കാകും. പിന്നെ അറിയാലോ, ഇല്യ ടൊപ്പൂരിയ, നമ്മുടെ കഴിഞ്ഞ വീഡിയോ, ഇല്യ ടൊപ്പൂരിയ ഇസ്ലാം മക്കാഷേവ് ഇപ്പോൾ ഒന്നും സ്വപ്നം കാണണ്ട. കാരണം മക്കാഷേവ് ആണെങ്കിൽ ഇപ്പോൾ ബൾക്കപ്പ് ആകുന്നേ ഉള്ളൂ. ഇനി അവിടെ ചെന്ന് അവിടുത്തെ ഫൈറ്റ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരുപാട് സമയം. അപ്പൊ അതിനുള്ളിൽ ഇല്യ ടൊപ്പൂരിയയ്ക്ക് അത് അറിയാം, നമുക്കും അത് അറിയേണ്ടതാണ്. നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ടൊപ്പൂരിയ ഇനി എനിക്ക് തോന്നുന്നു അടുത്തത് പാഡി പിംബ്ലറ്റിന്റെ കൂടെയാണ്. പിന്നെ അർമാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതൊരു സൂപ്പർ ഫൈറ്റ് ആണ്. പിന്നെ എനിക്കറിയില്ല, ജസ്റ്റിൻ ഗേജി വിൽ ബി എൻ എക്സൈറ്റിംഗ് ഫൈറ്റ്. അങ്ങനെ എനിക്ക് തോന്നുന്നു 2-3 ഫൈറ്റ് മിനിമം ടൊപ്പൂരിയയ്ക്ക് ഈ വെയിറ്റ് കാറ്റഗറിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇസ്ലാം മക്കാഷേവിനാണെങ്കിൽ ഞാനിങ്ങനെ കേൾക്കുന്നു റൂമേഴ്സ് ഒക്കെ, ഇനി 3 ഫൈറ്റും കൂടെ ഉള്ളൂ. എനിക്ക് അറിഞ്ഞുകൂടാ, ആ ലാസ്റ്റ് ഫൈറ്റ് ഇല്യ ടൊപ്പൂരിയുടെ കൂടെ ആയിരിക്കട്ടെ. എന്തായാലും അത് പോട്ടെ. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇല്യ ടൊപ്പൂരിയ ആൻഡ് പാഡി പിംബ്ലറ്റ്, ഇതൊക്കെയാണ് അവരുടെ ഇഷ്യൂ, ഇതാണ് അവരുടെ ഫൈറ്റിലേക്കുള്ള കഥ എന്ന് പറയുന്നത്. ഇനിയും എൻ്റെ കഥകൾ കഴിഞ്ഞു. ഇനി നിങ്ങളുടെ കഥകൾ കമന്റിൽ എഴുതുക, അതിൽ നിന്ന് എനിക്ക് പ്രചോദനം ലഭിക്കും. നമുക്ക് വീണ്ടും കോമ്പാറ്റ് ദുനിയാവിലെ വാർത്തകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം.